പാക് അധീന കാശ്മീരിൽ വീണ്ടും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മാഷേ? അതെ, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന ആഘോഷം നടത്താൻ കാരണം ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെയും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളാണ്. ഇരു രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ബ്രിട്ടീഷുകാർ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയെ രണ്ടായിട്ട് തുണ്ടാക്കി അങ്ങനെ ഒരു ഭാഗം പാക് എന്നും മറ്റൊന്ന് ഇന്ത്യയും എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്ന പോലെ പാകിസ്ഥാനികളും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പാക് അധീന കാശ്മീരിലെ ഈ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അത്ര ആശാവഹമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഈ നമ്മളുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അവർ വല്ലാതെ തോറ്റുപോവുകയും അതോടൊപ്പം ഏതാണ്ട് പാകിസ്ഥാൻ്റെ എല്ലാ മേഖലകളും തന്നെ ഈ അമേരിക്കൻ ആധിപത്യത്തിന് വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് പാകിസ്ഥാനിൻ്റെ ഒരു എത്തനിക് സെൻസ് എന്ന് പറയുന്നത് അതിനെതിരായി തീരുകയും അവരെ അതിശക്തമായിട്ട് അമേരിക്കൻ പട്ടാളത്തിന് എതിരെ മുദ്രാവാക്യം വിളിക്കുകയും അതേപോലെ ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് സൗകര്യമില്ല, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ആഘോഷം തന്നെ തല്ലിപ്പൊളിച്ച് അത് വലിയ ഒരു പ്രക്ഷോഭമായിട്ട് കലാപമായിട്ട് മാറുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. വെടിവെപ്പൊക്കെ ഉണ്ടായി എന്ന് കേൾക്കുന്നു, സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണ്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പൊട്ടിത്തെറിയുടെ ഒരു വാർത്ത പാക് അധീന കാശ്മീരിൽ നിന്ന് ചലിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അതിൽ ആ വാർത്തയിൽ പറയുന്ന മറ്റു കാര്യം എന്ന് പറയുന്നത് റാവൽകോട്ടിൽ ഇവരുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുന്നു. അതിലേക്കാണ് ഈ ഒരു ആളുകൾ സംഘടിച്ച് പ്രതിഷേധവുമായി എത്തുന്നത്. പിന്നീട് പാക് സൈന്യവുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ അവർ മുഴക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പാക് സൈന്യം അമേരിക്കയുടെ വളർത്തുമൃഗമാണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അല്ല, അത് തുടങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷം തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നത്, ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അതിൻ്റെ ആഘോഷ പരിപാടികളിലൊക്കെ കടക്കുന്ന സമയത്ത് ഉണ്ടായ ചില വാക്കുതർക്കങ്ങളാണ് അത് ഇത്തരത്തിലുള്ളൊരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ വാക്കുതർക്കം വരുന്നത് ഈ അമേരിക്കൻ സൈന്യം വല്ലാത്ത തരത്തിൽ പാകിസ്ഥാനിലേക്ക് അവരുടെ അധിനിവേശം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും പാകിസ്ഥാനിലൊരു പ്രദേശം തന്നെ അമേരിക്കയുടെ വിമാനത്താവള നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ പോകുന്നു എന്ന് കുറേ ഒരു വാർത്ത ഉണ്ടാകുകയും അമേരിക്ക എന്താണോ പറയുന്നത് അതൊക്കെ മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് പാകിസ്ഥാൻ പട്ടാളം മാറിത്തീരുകയും ചെയ്തു. അങ്ങനെ വന്ന സമയത്താണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്, നിങ്ങളെന്താണ് പാകിസ്ഥാൻ്റെ പട്ടാളമാണോ അതോ അമേരിക്കയുടെ പട്ടാളമാണോ, അമേരിക്കൻകാർ വളർത്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള മൃഗങ്ങളാണോ നിങ്ങൾ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അവർ മാറിത്തീരുകയും ആ തർക്കമാണ് പിന്നീട് വലിയ ബഹളമായി മാറിയിട്ട് അവർ യഥാർത്ഥത്തിൽ പാക് സേനയ്ക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള രംഗമായി തീർന്നത്. യഥാർത്ഥത്തിൽ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ അവരൊരു വേറൊരു ലോകമായിട്ട് മാറാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു കാര്യവും അവർക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള ഒരു സർക്കാർ അല്ല പാകിസ്ഥാൻ്റെ എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറിയില്ലെങ്കിൽ ഈ പ്രക്ഷോഭം കത്തുപിടിച്ച് വലിയ കുഴപ്പത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവരുടെ ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ജമ്മു കാശ്മീർ POK ജോയിൻറ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഒരു സ്പ്രിംഗ് ബോർഡായിട്ട് POKയെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഇവരുടെ ആഹ്വാനം. അതിൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ, അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, അതെ, ആ കാഴ്ചപ്പാട് പാകിസ്ഥാൻ തിരുത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായി തീരുകയും ഏതാണ്ട് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിനോട് താല്പര്യമില്ല. ഭീകരവാദത്തിനാണ് അവരെന്തിനാണ് താല്പര്യം പുലർത്തുന്നത്? ഒരു സ്ഥലത്തും ഭീകരവാദികൾക്കൊപ്പം നിൽക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവില്ല. കാരണം ജനങ്ങളുടെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഭീകരവാദ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ഭീകരവാദിയെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അത് പാകിസ്ഥാൻ ഭീകരവാദിയായാലും ഇന്ത്യൻ ഭീകരവാദിയായാലും അതിനൊന്നും യാതൊരു വ്യത്യാസമില്ല. ഭീകരവാദിയുടെ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമാണ്, മൃഗതുല്യമാണ്, ഒരു തരത്തിലും മനുഷ്യപ്പറ്റില്ലാത്തതാണ്. അതുകൊണ്ട് അതിനെ എതിർത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം വന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഒരു കാരണവശാലും പാക് അധീന കാശ്മീരിനെ
ഭീകരവാദികളുടെ താവളമാക്കി മാറ്റി ഇന്ത്യക്കെതിരെയോ മറ്റാർക്കെതിരെയോ യുദ്ധം ചെയ്യാൻ നിങ്ങൾ നടക്കണ്ട. ഞങ്ങൾ സമാധാനപൂർവ്വമായിട്ട് ഇവിടെ ജീവിക്കട്ടെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരൂ, ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ വളരെ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിച്ചോളാം, വേണമെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്തോളാം. പക്ഷേ ഈ ഭീകരപ്രവർത്തകരെ ഇങ്ങോട്ട് വരുത്തരുത്. എനിക്ക് തോന്നുന്നത് ഈ പഹൽഗം ആക്രമണത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ശരിക്കും പറഞ്ഞത്. കാരണം എന്താണ് ഭീകരവാദികളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിതി ഫലം എന്ന് പറഞ്ഞാൽ അക്രമമാണ്, മരണമാണ്, സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നുള്ളതാണ്. ഇത് ഏറ്റെടുത്ത മനസ്സിൽ നിന്ന് പൊട്ടി ഒഴുകിയ മുദ്രാവാക്യമാണ് പാക് സൈന്യത്തിനെതിരായിട്ടുള്ള. യഥാർത്ഥത്തിൽ അവർ പാക് സൈന്യത്തിനെതിരായിട്ടുള്ളവരല്ല ശരിക്കും. പാക് സൈന്യത്തെ ഓടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമൊന്നും അവർക്കില്ല. കാരണം പാകിസ്ഥാൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വേണ്ടി ചടിച്ചുകൂടിയ ജനങ്ങളാണ്. പക്ഷേ അവരുടെ ഉള്ളിലൊക്കെ ഈ ഭീകരവാദികൾക്ക് വേണ്ടി താവളമൊരുക്കാനായിട്ട് ഈ POK എന്ന് പറയുന്ന പ്രവിശ്യ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള ഒരു എതിർപ്പാണ് അവിടെ നമ്മൾ കണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ലോകത്തെവിടെയും സാധാരണക്കാരനായ മനുഷ്യൻ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ രീതിയിൽ അത് വളരുകയും വികസിക്കുകയും ചെയ്തു. പക്ഷേ വാർത്തകളൊക്കെ വിൽക്കാറും അങ്ങനെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമുക്കരികിലേക്ക് എത്തിച്ചേരുന്നില്ല. അതാണ് നമ്മളത് അറിയാത്തത്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, അവരുടെ ആ ഭാഗത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് ഭക്ഷണമോ സംസാര സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. ഇതെല്ലാം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ജനങ്ങളും. എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ. ജനങ്ങൾക്ക് ആവശ്യം ഭക്ഷണമാണ്, സമാധാനപരമായിട്ടുള്ള ജീവിതമാണ്, വസ്ത്രമാണ്. വളരെ പഴയ കാലം തുടങ്ങി നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലോ മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനാദ്യം തന്നെ വിശപ്പാണ് പ്രശ്നം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കണം. പിന്നെ അവൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, വസ്ത്രം ആവശ്യമാണ്. ഇത് രണ്ടും കിട്ടിയതിന് ശേഷമാണ് പിന്നീട് തലയാക്കാൻ ഒരു ഇടയും സംരക്ഷിതമായിട്ടുള്ള കൂരയെക്കുറിച്ചൊക്കെ സങ്കല്പിക്കുന്നത്. ഇതെല്ലാം ലഭിച്ചാൽ മാത്രമാണ് മനുഷ്യൻ എന്ന നിലക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. മൃഗാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ബേസിക് റിക്വയർമെൻറ്റ്സ് സാക്ഷാത്കരിക്കാനായിട്ടുള്ള സൗകര്യമാണ്. അത് നിർവഹിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കേണ്ടതാണ് ഭരണകൂടം. പക്ഷേ പാകിസ്ഥാനിൽ അത്തരത്തിലുള്ള ഭരണകൂടം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പാവ ഭരണകൂടമായിട്ട് മാറുകയും എന്താണോ ട്രംപ് പറയുന്നത് അത് കേൾക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറിയ, അല്ലെങ്കിൽ അതിൻ്റെ ഒരാട്ടക്കാരായി മാറിയ ഒരു ഭരണകൂടമായി മാറിത്തീരുമ്പോൾ അവർക്ക് അവരുടെ ജനതയോട് ആവശ്യം അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് അത് മനസ്സിലാക്കിയത് സാക്ഷാത്കരിക്കാൻ പറ്റാതെ വരും. അപ്പോഴാണ് ഈ അസംതൃപ്തി ഉണ്ടാകുന്നത്. അസംതൃപ്തിയാണ് പിന്നെ പ്രക്ഷോഭമായിട്ട് വരുന്നത്, പിന്നെ കലാപമാകും, വെടിവെപ്പിലേക്കൊക്കെ നീണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, പാകിസ്ഥാനിലുടനീളം ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് അവിടെ എല്ലാവരും അസംതൃപ്തരാണ്, മാഷ് പറഞ്ഞതുപോലെ തന്നെ. ആ അസംതൃപ്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ബേസിക് നീഡ് അവർക്ക് ചെയ്തു കൊടുക്കാതെ ഈ പറയുന്ന മിലിറ്ററി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവർ ഇതെല്ലാം സമ്പാദിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. സിന്ധ് പ്രവിശ്യയുള്ളവരാണെങ്കിൽ ഇന്ത്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ഇത് അവസാനം പാകിസ്ഥാന്റെ നാശത്തിലേക്ക് തന്നെ കൊണ്ടുപോയി എത്തിക്കില്ലേ? അല്ല, ഈ പട്ടാള ഭരണകൂടങ്ങളുള്ള ഇടങ്ങളിലെല്ലാം പട്ടാള ഭരണകൂടത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് പട്ടാളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം നൽകുക, അവർക്ക് പണം നൽകുക, മറ്റ് ആർഭാടത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക. എന്നുവെച്ചാൽ അവർ മാത്രമാണ് അവരുടെ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സാധാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താണ് ശരിക്കും. അങ്ങനെയുള്ള സാധാരണക്കാർ അസ്വസ്ഥരായിരിക്കും. കാരണം അവർക്ക് അവരുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് ലഭ്യമാകുന്നില്ല. അവർക്ക് ഭക്ഷണമില്ല, പണിയില്ല, വസ്ത്രങ്ങളില്ല, പാർക്കാൻ ഇടം കൃത്യമായിട്ട് ലഭ്യമല്ല. ഇതൊക്കെ കൂടി കഴിയുമ്പോൾ അവർ അസ്വസ്ഥരായിത്തീരും. ആ അസ്വസ്ഥതയാണ് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു തരത്തിലുള്ള എഫിഷ്യൻസി ഇല്ലാത്ത ഒരു ഭരണകൂടമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചാണ് സ്വാതന്ത്ര്യം നേടിയെങ്കിലും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.